ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ആധ്യാത്മിക കുടുംബത്തിലെ എല്ലാ ആചാര്യന്മാർക്കും എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞു കുട്ടികൾക്കും വിനീതമായ നമസ്കാരം. ഇന്നത്തെ ഗുരുവിൻ്റെ പ്രതിഷ്ഠ വക്കം ദേവേശ്വര ക്ഷേത്രം ആണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ വക്കം ദേശത്ത് വക്കത്ത് വീട്ടിൽ ആശാട്ടി വല്യമ്മ എന്നറിയപ്പെട്ടിരുന്ന മണക്കാട്ട് തറവാട്ടിലെ ചക്കി ആശാട്ടി എന്ന പൂർവിക തറവാട്ടമ്മയ്ക്ക് വക്കം ദൈവപുര ക്ഷേത്രത്തിൽ വെച്ച് ഒരു ഉത്സവ ദിവസം രാത്രിയിൽ ആകസ്മികമായുണ്ടായ ഒരു ദിവ്യ പ്രചോദനമായിരുന്നു വക്കം ദേവേശ്വര ക്ഷേത്രമായ പുത്തൻനട ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ആ വല്യമ്മ ആ രാത്രിയിൽ തന്നെ വീട്ടിൽ മടങ്ങിയെത്തി ഇളയ സഹോദരന്മാരായ കൊച്ചു ഭൈരവൻ വൈദ്യനെയും കുമാരൻ വൈദ്യനെയും വിളിച്ചുണർത്തി ആജ്ഞാപിച്ചു, നമുക്ക് ഉടൻ തന്നെ ഒരു ക്ഷേത്രം പണിയിക്കണം. അതിനു പറ്റിയ ഒരു സ്ഥലം നാളെ തന്നെ കണ്ടുപിടിച്ച് വിലയ്ക്ക് വാങ്ങണം എന്നും മറ്റും. അങ്ങനെ അവർ കണ്ടുപിടിച്ച് വിലയ്ക്ക് വാങ്ങിയ പറങ്കിൻമാവിൻ കാടായിരുന്നു 1 ഏക്കർ 38 സെന്റ് സ്ഥലമാണ് വക്കം ദേവേശ്വര ക്ഷേത്രവും ക്ഷേത്രപ്പറമ്പുമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. വക്കത്തെ പ്രബലരും സമ്പന്നരുമായ കുടുംബക്കാരും തൻ്റെ ബന്ധുക്കളുമായ മറ്റ് 9 കുടുംബങ്ങളിലെ തലമൂത്ത കാരണവന്മാരുടെയും കൂട്ടായ പേരിലാണ് വസ്തു ആധാരം ചെയ്തത്. ദേവേശ്വര നാമധേയത്തിൽ ശിവവിഗ്രഹമാണ് പ്രതിഷ്ഠ. ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് 1889 ശിവരാത്രി ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ദേവേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. പ്രതിഷ്ഠ കഴിഞ്ഞ ഗുരു പ്രസന്നവദനായി വെളിയിൽ വന്ന് സന്നിധിയിൽ ഭക്തിപരവശരായി കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നിരുന്ന ബഹുശതം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി. ഉടനെ എല്ലാവരും ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ പുഷ്പങ്ങളും ഫലങ്ങളും അർപ്പിച്ച് സാഷ്ടാംഗം പ്രണാമം ചെയ്തപ്പോൾ ഗുരു അവരോടായി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഇത് ദേവേശ്വര ക്ഷേത്രമാണ്. നിരന്തരം പ്രകാശിക്കുന്ന ദീപവും പുത്തം ക്ഷേത്രവും പോരെങ്കിൽ ഇതൊരു സാംസ്കാരിക കേന്ദ്രവുമാകും. ഇത്രയും പറഞ്ഞ് എല്ലാവരെയും കൈപൊക്കി ആശീർവദിക്കുകയുണ്ടായി. ക്ഷേത്രത്തിന് ദേവേശ്വര ക്ഷേത്രമെന്ന് ഗുരുദേവൻ നാമകരണം ചെയ്തതോടൊപ്പം പുത്തൻ ക്ഷേത്രമെന്നും കൂടി കൽപ്പിച്ചരുളിയതിനാൽ നാട്ടുകാർ ഈ ക്ഷേത്രത്തെ പുത്തൻ ക്ഷേത്രമെന്നും പുത്തൻ നടയും എന്നും എളുപ്പത്തിൽ വിളിച്ചു പോരുന്നു. വക്കം ദേവേശ്വര ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് നടത്തി വരാറുള്ളത്. ചതയത്തിന് കൊടിയേറി തിരുവാതിര നാളിൽ അവസാനിക്കുന്നു. വക്കം ദേവേശ്വര ക്ഷേത്ര ഭരണം 10 തറവാട്ട് തലവന്മാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് സൃഷ്ടിച്ച ക്ഷേത്രഭരണം ഒരു ട്രസ്റ്റ് ഭരണരീതിയിൽ 100ഓളം വർഷങ്ങളായി നടന്നു പോരുകയായിരുന്നു. എങ്കിലും ലിഖിതമായ ഒരു വ്യവസ്ഥാപിത ഭരണ സംവിധാനത്തിന്റെ പോരായ്മയുണ്ടായിരുന്നു. കാലസ്ഥിതിക്കനുസരിച്ച് ക്ഷേത്ര പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് സുഗമമായ ഒരു ക്ഷേത്രഭരണത്തിന് കൂടുതൽ ഐക്യശക്തി ആർജിച്ചുകൊണ്ട് ലിഖിതമായ വ്യവസ്ഥാപിത ഭരണ സംവിധാനത്തിന്റെ ആവശ്യം അനിവാര്യമായി. അങ്ങനെയാണ് 1989 ഒക്ടോബർ മാസം 26-ാം തീയതി കടയ്ക്കാവൂർ സബ് രജിസ്ട്രാർ ഓഫീസ് മുഖേന നിയമാവലികൾ സമർപ്പിച്ച് വക്കം ദേവേശ്വര ക്ഷേത്ര യോഗം ട്രസ്റ്റ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തത്. എല്ലാ കുടുംബങ്ങളിലെയും അംഗങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. വക്കം ദേവേശ്വര ക്ഷേത്ര കുടുംബാംഗങ്ങൾ 9 കുടുംബങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുവോ